വോട്ടുവഴിയിലെ കേരള പര്യടനം തുടരുകയാണ്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് വോട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ്. വോട്ടുവഴി. ഗുഡ് മോർണിംഗ്. വോട്ടുവഴിയിൽ ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. എഴുത്തുകാരനും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ്. നമസ്കാരം സർ. വലിയൊരു യാത്രയിലൂടെ ഇടയ്ക്കാണ് ഞങ്ങൾ സാറിനെ കണ്ടുമുട്ടിയിരിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുമുണ്ട്, രാഷ്ട്രീയത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ. ആദ്യം തന്നെ നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ തോന്നുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് സാറ് മനസ്സിലാക്കുന്നത്? നമ്മളിപ്പം വളരെ കാര്യമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. കാരണം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് പൊതുവെ എല്ലാവരും ഇതിനെ കാണുന്നത്. അത് സംശയമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇതിനു മുൻപുണ്ടായിട്ടുള്ളൊരു വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. അതിപ്പോൾ ഒരു ഭരണകൂടം മാറി വേറെ ഭരണകൂടം വരുന്നതിനപ്പുറത്ത് ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് വരെ ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ജനങ്ങളെ പോലും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്ന് തോന്നുന്നു. കാരണം കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും വരുമ്പോൾ, കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും, കാരണം അത് എങ്ങനെയാണ് LDFിനെ പിന്തുണയ്ക്കണോ അല്ലെങ്കിൽ UDFിനെ പിന്തുണയ്ക്കണോ, അത് കേന്ദ്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നൊരു ആശയക്കുഴപ്പം ജനങ്ങൾക്കില്ലേ? അതുണ്ടാക്കി തീർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ആശയക്കുഴപ്പമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ LDF ഒരു കാരണവശാലും BJP സർക്കാരിനെ പിന്തുണയ്ക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ അതിനിടയിലൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള തോന്നൽ. അത് ഈ രാഹുൽ ഗാന്ധിയുടെ വരവ് കൊണ്ട് മാത്രം ഉണ്ടായതാണെന്നാണ് സാർ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് അതിന് കാരണം. അതുവരെ അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ വരവ് അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി. ഒരുപക്ഷെ UDFന് ഗുണകരമായിട്ട് തീരുമാനിക്കാം. എങ്കിൽ പോലും അത് ഒരു പൊതുവായിട്ട് ഈ ഒരു ഫാസിസ്റ്റ് ശക്തികളോടുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ വീര്യം കുറച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ലക്ഷ്യം വഴിതിരിഞ്ഞു പോയ പോലെ തോന്നുന്നു. തീർച്ചയായിട്ടും. ഇവർ പറയുന്നത് ഒരു വയനാട് എന്ന് പറയുന്നത് ഒരു അതിർത്തി പ്രദേശമാണ്, മറ്റ് തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മുഴുവൻ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ ഉണ്ടാകും. മോദി ഇന്ത്യയെ വിഭജിച്ച് കളഞ്ഞു എന്നൊക്കെയാണ്. ശരിക്കും കേരളത്തിലേക്ക് വരുമ്പോൾ അത് ആ രീതിയിൽ ആരും കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിലേറ്റവും തമാശയുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിച്ചിട്ട് നോക്കിക്കോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഒരുപക്ഷെ പ്രധാനമന്ത്രിയൊക്കെ ആവാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അവികസിതമായിട്ടുള്ളതും വിദ്യാഭ്യാസ നിരക്ക് കുറഞ്ഞിട്ടുള്ളതായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അത് ഭയങ്കര തമാശയല്ലേ? ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിൽ BJPയുടെ ഒരു വർഗീയ ധ്രുവീകരണം, അതിപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ശബരിമല വിഷയം, അത് എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്? ശബരിമല വിഷയം ശരിക്കും ഒരു കെണി തന്നെയായിരുന്നു. LDFനെ കെണിയിൽപ്പെടുത്തിയതാണത്. അത് പിന്നെ അതിൽ നിന്ന് പക്ഷേ നമുക്ക് LDF എടുത്ത നിലപാടുകൾ വളരെ ശരിയായിരുന്നു. പക്ഷെ കുറച്ചുകൂടി അതിപ്പോൾ നമുക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ആലോചിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം കുറേം കൂടി വേറെ തരത്തിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ആ സമയത്ത് അത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് കൃത്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് ഇങ്ങനത്തെ ചില ഫലങ്ങളും ഉണ്ടാവും, സംശയമൊന്നുമില്ല. അത് നേരിടുക എന്നുള്ളതാണ് ഒരു പുരോഗമന നിലപാടുള്ള ഒരു പാർട്ടിയുടെ അതിന് വരുന്ന നഷ്ടങ്ങൾ സഹിക്കാനും ഒരുപക്ഷെ നഷ്ടങ്ങൾ സംഭവിച്ചെന്ന് വരാം. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ നീക്കം, ഒഴുക്ക്, അത് ഏത് ജനങ്ങളുടെ ഒരു ചിന്തകൾ ഏതിലേക്കാണ് പോകുന്നത്? LDF അല്ലെങ്കിൽ കോൺഗ്രസ്, BJP എന്ന് തോന്നുന്നത്? ശരിക്കും കേരളത്തിൽ ഇപ്പോൾ ഭരണാനുകൂലമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് ഉള്ളത്. ഈ ശബരിമല ഇഷ്യൂ ഉണ്ടായെങ്കിൽ പോലും അത് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അതെങ്ങനെയാണ് ഉണ്ടായെന്നുള്ളത്, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതൊക്കെ ആളുകൾക്കറിയാം. എണ്ണിപ്പറയാവുന്ന അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന അഴിമതി പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ആകപ്പാടുള്ള വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു വിഷയം തന്നെയാണ്. അതിൽ വേണ്ട രീതിയിലുള്ള ഒരു കരുതൽ ഇപ്പോഴും ഇടതുപക്ഷ ഗവൺമെൻറ് വേണ്ട രീതി പാർട്ടികൾ പ്രത്യേകിച്ചും CPM എടുക്കുന്നില്ല എന്നുള്ളൊരു സത്യം തന്നെയാണ്. അത് മാത്രമാണ് കാര്യമായിട്ടുള്ള ഒരു ക്ഷീണമായിട്ട് വരിക. എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ BJP അല്ലെങ്കിൽ കേരളത്തിൽ താമര വിരിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ താങ്കളുടെ തൊട്ടടുത്തുള്ള മണ്ഡലമായ തൃശ്ശൂരിൽ പോലും വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്നുണ്ട്. പാലക്കാട് അങ്ങനെ തന്നെ ഒരു മത്സരം നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത്, പത്തനംതിട്ട, അങ്ങനെ പലയിടത്തും നമ്മളെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള മത്സരം നടക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിന് സർവേകളൊക്കെ വരുന്നു? ഇവിടെ ഇപ്പോൾ താമര വിരിയ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇവർ സാധിച്ചെടുത്തിട്ടുള്ളൊരു കാര്യം വലിയ തോതിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള വിത്ത് പാകി കഴിഞ്ഞു എന്നുള്ളതാണ്. ജനങ്ങളുടെ ഇടയിൽ അത്തരമൊരു ഈ നമ്മൾ ഒരുപക്ഷെ ചർച്ച ചെയ്യാൻ പോലും മടിച്ചിരുന്ന പല വിഷയങ്ങളും വളരെ പരസ്യമായ രീതിയിൽ ചർച്ച ചെയ്യാനും വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അത് അവർക്ക് വളരെ ക്ഷമയുള്ള ആൾക്കാരാണ്. ഇപ്പോൾ പിന്നെ മഹാത്മാഗാന്ധിയുടെ കാലം മുതലേ, അതിനു മുമ്പേ എത്രയോ കാലം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർ പതുക്കെ അതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിനുള്ള ഒരു അരങ്ങ് ഏകദേശം ഒരുങ്ങുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങളുടെ ഇടയിൽ അത്തരത്തിലുള്ള ജാതീയതയുടെയും മതവർഗീയതയുടെയൊക്കെ
ചിന്തകൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിലും ആ തരത്തിൽ ഒരു വിഭജനം ഉണ്ടാക്കുന്നതിലും അവർ ചെറുതായിട്ട് വിജയിച്ചിട്ടുണ്ട്. എന്തായാലും താങ്കളുടെ അടുത്ത് വരുമ്പോൾ സിനിമാ വിശേഷങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അടുത്ത സിനിമ ഏതാണ്? ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിദ്ദിഖ് സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ പടമാണ്. ലാൽ ജോസിൻ്റെ പടം അണിയറയിലുണ്ട്, കമൽ സാറിൻ്റെ പ്രണയമീനുകളുടെ കടലുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് സിനിമകൾ കയ്യിലുണ്ട്. ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച താങ്കൾക്ക് വളരെയധികം നന്ദി. എന്തായാലും അടുത്ത മണ്ഡലത്തിൽ വീണ്ടും കാണാം. നമസ്കാരം.